എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ രാജകുമാരി. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് രാജകുമാരി പള്ളിയിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ വിസ്മയകരമായ ഒരു കാഴ്ചയുണ്ട്. ക്രിസ്മസോട് അനുബന്ധിച്ച് ഇവിടുത്തെ ഇടവക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള നക്ഷത്രങ്ങളുടെ വലിയൊരു കാഴ്ചയുണ്ട്. ഏകദേശം 40ഓളം നക്ഷത്രങ്ങളാണ് ഇടവക കൂട്ടായ്മകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛാ, ഓരോ ക്രിസ്മസ് കാലം വരുമ്പോഴും രാജകുമാരി പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരു വലിയൊരു നക്ഷത്ര താരകം തന്നെയാണല്ലോ ഉള്ളത്. ശരിക്കും ഇതുപോലെ ഒരു ആശയത്തിന് പിന്നിലുള്ള കാര്യം? ശരിക്കും നമുക്കറിയാം, നമ്മള് ക്രിസ്മസ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്, ആദ്യമായിട്ട് വരുന്ന നമ്മളുടെ നക്ഷത്രം ഉണ്ടാക്കുക, പുൽക്കൂട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ കരോൾ ഗാനങ്ങള്, ഇങ്ങനെ ഇതെല്ലാം മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചിന്തകളാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലെ വിവിധ കൂട്ടായ്മകളുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കൂട്ടായ്മയോട് പ്രവർത്തിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ വർഷം നമ്മൾ ഈ പള്ളിമുറ്റത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ ഒരു മത്സരം പോലെ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അതിന് വിളിച്ച് കഴിഞ്ഞ വർഷം അതിമനോഹരമായിട്ട് ഈ മുറ്റം മുഴുവനും നമ്മുടെ ഗാർഡൻ നിറച്ച് 43 നക്ഷത്രങ്ങൾ, 43 കൂട്ടായ്മ അംഗങ്ങൾ അത് ഇവിടെ സ്ഥാപിച്ചപ്പോൾ അതിലെ കടന്നു പോകുന്നവർക്കെല്ലാം വലിയ ഒരു കാഴ്ചയായിരുന്നു. നമുക്കറിയാം, ഈശോ ജനിച്ചപ്പോൾ പ്രത്യേകിച്ചും ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക്, രാജാക്കന്മാർക്ക് വഴികാട്ടിയായി നിന്നത് നക്ഷത്രമാണ് അവരെ വഴികാട്ടി പുൽക്കൂട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്മസ് കാലം ആകുമ്പോഴേക്കും എല്ലാ ഭവനങ്ങളിലും അതിന്റെ മുന്നിലും അതിന്റെ കടകളിലും എല്ലാം നക്ഷത്രങ്ങൾ തൂക്കി അതൊരു വലിയ അലങ്കാരമായി ക്രിസ്മസിനെ എതിരേക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൂചനകളാണ്, അത് പ്രതീകമായിട്ടാണ് നമ്മൾ ഈ നക്ഷത്രങ്ങളെ സ്ഥാപിക്കുക. അപ്പോൾ ഈ വർഷം ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ രാഷ്ട്രീയം അവതരിപ്പിച്ചപ്പോൾ ഇടവയിലെ കൂട്ടായ്മകളെല്ലാം തന്നെ അവർ വളരെ റിസ്ക് എടുത്ത് താല്പര്യപൂർവ്വം മനോഹരമായിട്ട് നക്ഷത്രം ഉണ്ടാക്കി, അതുപോലെ തന്നെ ഈ ലൈറ്റുകളൊക്കെ വിലയേറിയ സാധനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ ഒത്തിരി റിസ്ക് ഒക്കെ എടുത്ത് പൈസ മുടക്കി താല്പര്യപൂർവ്വം ചെയ്ത കാര്യം. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ പള്ളിമുറ്റം. ഇപ്പൊ ഇതിന് സമ്മാനങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? സമ്മാനങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഇവിടെ തയ്യാറാക്കിയ നക്ഷത്രത്തിന് 1ാം സമ്മാനം 5000 രൂപയും, 2ാം സമ്മാനം 3000 രൂപയും, 3ാം സമ്മാനം 2000 രൂപയാണ് കൊടുക്കുക. അതൊരു പ്രോത്സാഹന നിലയിൽ കൊടുക്കുന്ന. ഇപ്പം നിലവിൽ 43 യൂണിറ്റുകളിൽ നിന്നുള്ളതുകൊണ്ടല്ലേ? ഇപ്പൊ 38 വന്നിട്ടുണ്ട്. ഈ 2 ദിവസം കഴിയുമ്പോഴത്തെ ബാക്കി 5 കൂടെ കൊണ്ടുവരും. ഈ ആഴ്ച തന്നെ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോഴത്തേനും കൂടുതൽ ആവേശമായിരുന്നല്ലേ? അതെ, വളരെ ആവേശത്തോടുകൂടി മനോഹരമായിട്ട് കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഈ വർഷം ഉണ്ടാക്കിയിരിക്കുക. ഓരോ വർഷവും ചെല്ലുമ്പോഴും കൂടുതൽ മെച്ചപ്പെട്ടുണ്ട്. കഴിഞ്ഞ വർഷം ശരിക്കും നമ്മുടെ വൈറലായിരുന്നു, ഒരുപാട് വാർത്തകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൂടുതൽ കുറെ ആവേശത്തോടുകൂടി, അതായത് നമ്മള് നവംബർ 30-ാം തീയതി, അതായത് 1-ാം തീയതി ഡിസംബർ 1 തുടങ്ങുമ്പോഴേക്കും നമ്മള് ഈ നക്ഷത്രങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ വെച്ചതിന് ശേഷം എനിക്ക് സമീപത്തുള്ള പല ഇടവുകളും ഇതുപോലെ തന്നെ നക്ഷത്രങ്ങളൊക്കെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങിയത്. ഏതായാലും രാജകുമാരി ദൈവമാവ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് തീർത്ഥാടന കേന്ദ്രമാണ്. ധാരാളം ആളുകൾ ഇവിടെ ഈ ദേവാലയത്തിലേക്ക് തീർത്ഥാടകരായിട്ട് കടന്നു വരുന്നതാണ്. ഇതിൽ ധാരാളം ആൾ കടന്നു പോകുന്ന വലിയ ഒരു പ്രദേശം കൂടിയായതുകൊണ്ട് ഈ റോഡിന്റെ സൈഡിലുള്ള മനോഹരമായിട്ടുള്ള ഈ പള്ളിയുടെ കവാടത്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ഈ നക്ഷത്ര വിളക്കുകൾ അതിമനോഹരമായിട്ട് നിലനിൽക്കുകയാണ്. 43 കൂട്ടായ്മകൾ ഉണ്ടാക്കിയ സ്റ്റാറുകൾ കാണാനായിട്ട് വളരെ മനോഹരമായിരിക്കുന്നുവെന്ന് എല്ലാവരും പറയുന്നു. ദൈവമാതാ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണ് കൂട്ടായ്മകളുടെ ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം സ്റ്റാറുകൾ ഇവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിലുപരിയായിട്ട് അവരുടെ ആ കൂട്ടായ്മയിൽ അവരെത്ര സ്നേഹത്തോടെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തരും വിളിച്ചു കാണിക്കുകയും, അല്ലെങ്കിൽ അച്ഛാ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ള കൂടുതൽ ആവേശത്തിലാണ് ഈ കൊല്ലം. കഴിഞ്ഞ കൊല്ലമാണ് ഇത് ആരംഭിച്ചത്. പക്ഷെ ഈ കൊല്ലം അതിലും മനോഹരമായിട്ട് സമ്മാനങ്ങളിൽ വാങ്ങിക്കാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ പള്ളിയുടെ മുമ്പിൽ മാറ്റേറുന്ന രീതിയിൽ അവരുടെ സ്റ്റാർ പ്രദർശിപ്പിക്കാനാണെങ്കിലും ഒത്തിരിയേറെ പ്രയത്നങ്ങൾ അവരെടുത്തിട്ടുണ്ട്. അപ്പം ആ കൂട്ടായ്മക്കാരെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ രാജകുമാരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം വികാരിച്ചൻ പറഞ്ഞ പോലെ ഒരു തീർത്ഥാടന ദേവാലയമാണ്. അപ്പം എല്ലാവരും വന്നു പോകുന്ന ഒരു ഇടമാണ് തീർത്ഥാടകരായിട്ട്. അപ്പോൾ അവർക്കൊരു കാഴ്ചയ്ക്ക് മനോഹാരിത നൽകിക്കൊണ്ടാണ് ഈ പുൽക്കൂടാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാറുകളാണെങ്കിലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും എല്ലാം ഇവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക.